ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് പി എസ് സി. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോയും ഒരു അപ്ഡേറ്റ്സ് വീഡിയോ ആണ്. കാരണം നമ്മൾ എല്ലാ ചെയ്യുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയ്ക്കും അതിന്റെ എല്ലാ അപ്ഡേറ്റ്സുകളും നിങ്ങൾക്ക് അതാത് സമയത്ത് വളരെ ലൈവായിട്ട് കറണ്ടായിട്ട് തരുന്നുണ്ട്. അപ്പൊ ഇതിനു മുമ്പേ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയുടെ ഒപ്പം തന്നെ. ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങളിൽ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടായി. NCRTC, ഓക്കെ, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഓക്കെ, അപ്പം ആ NCRTCയുടെ വേക്കൻസി നമ്മൾ മുന്നേ ഒരാഴ്ച മുന്നേ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ പലരും ഇതിന്റെ ആപ്ലിക്കേഷൻസും മറ്റുമൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ നോട്ടിഫിക്കേഷൻ ഞാനൊന്ന് കാണിക്കാം. ജസ്റ്റ് ഇതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. NCRT റിക്വയർമെന്റ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ്സ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസിസ് ആൻഡ് ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് 24/3/2025 ആയിരുന്നു. ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ് 24/4/2025 വരെയാണ്. ഓക്കെ, ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള CBT മെയിൽ നടത്തുമെന്നാണ് അറിയിച്ചത്. ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡിപ്ലോമക്കാർക്കും എഞ്ചിനീയറിംഗിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു. ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കല്, ജൂനിയർ ഇലക്ട്രോണിക്സ്, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കല്, ജൂനിയർ എഞ്ചിനീയർ സിവില്, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, അസിസ്റ്റന്റ്, അതുതന്നെ അസിസ്റ്റന്റ് മറ്റേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റാലിറ്റിയിൽ ജൂനിയർ മെയിൻറ്റെയിനർ, അങ്ങനെ പോകുന്ന അസിസ്റ്റന്റ് HR, അങ്ങനെ പോകുന്ന ഒത്തിരി പോസ്റ്റുകൾ വിളിച്ചിരുന്ന ഒരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ NCRTC വിളിച്ചിരുന്നത്. ഓക്കെ, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പൊ ഈ കമ്പനി സെൻട്രൽ ഗവൺമെന്റ് കമ്പനി ഇത് വിളിച്ചിരുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നവരുടെ സുഹൃത്തുക്കള് അവരിലേക്കൊക്കെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കുമെന്ന് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ഇത്തരത്തിലുള്ള എല്ലാ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനുകളും അതിന്റെ സിലബസുകളും അതിന്റെ എക്സാംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, പെയ്ഡ് ആൻഡ് നോൺ പെയ്ഡ് ക്ലാസ്സുകൾ മറ്റൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ നമ്മുടെ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയോ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യാവുന്ന തീർച്ചയായിട്ടും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് അപ്പം ഇത് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയല്ല, തികച്ചും ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം എന്തെന്നാൽ നമ്മുടെ ഈ ഒരു എക്സാം NCRTCയുടെ 2025 ഈ ഒരു വേക്കൻസി എന്ത് ചെയ്തിരിക്കുന്നു, ക്യാൻസലേഷൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു വേക്കൻസി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് താഴോട്ട് വരാം. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡേറ്റ് 15/5/2025 വന്ന നോട്ടീസാണ്. നമ്മുടെ ആ റിക്രൂട്ട്മെന്റ് ഡേറ്റ് എന്ന് വെച്ചാൽ 13/2025 ആയിരുന്നു. ക്യാൻസലേഷൻ ഓഫ് വേക്കൻസി നോട്ടീസ് ഓൺ OM 13/2025 ഡേറ്റ് 24/3/2025. നമ്മൾ നേരത്തെ പറഞ്ഞ ഡേറ്റ്. ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ഫോർ ഇൻഫർമേഷൻ ഓഫ് ഓൾ കൺസേൺ ദാറ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് പോസ്റ്റ് നോട്ടിഫൈഡ് വയ വേക്കൻസി നമ്പർ ONM 13/2025 ഡേറ്റ 24/3/2025 സ്റ്റാൻഡ്സ് ക്യാൻസൽഡ് ഡ്യൂ ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റീസൺസ് പ്രകാരം ഈ ഒരു പോസ്റ്റുമായിട്ട് വിളിച്ചിരിക്കുന്ന വേക്കൻസികളെല്ലാം ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് therefore informed that the application fee paid by candidates shall be refunded on or before 31/5/2025. അപ്പൊ 31/5/2025 മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് അവർ തിരിച്ചയക്കുന്നതായിരിക്കും. The amount shall be refunded to the candidates in some bank account from which will be remittance was made. സെയിം ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫീസ് അടച്ചപ്പോൾ നിങ്ങൾ കൊടുത്ത ആ സെയിം ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾ അടച്ച ഫീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് തിരിച്ച് അയക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്
ഇതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അവരുടെ സൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മള് കരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പബ്ലിക് നോട്ടീസുകളും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ ഓക്കെ, പബ്ലിക് നോട്ടീസ് ഇവിടെ തരുന്നുണ്ട്. അത് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ ക്ലോസ് ക്യാൻസലേഷൻ ഉണ്ട്. ക്ലോസ് ചെയ്തിടുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ പറ്റും റിക്രൂട്ട്മെന്റ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് മെയിൻ്റെനൻസ് സ്റ്റാഫ്സ് ഓൺ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബേസിസ് ദ സ്റ്റാറ്റസ് ക്യാൻസൽഡ്. ഓക്കെ, ഇവിടെ സ്റ്റാറ്റസ് എന്താണ്? ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എക്സാംസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പം വിഷമിക്കേണ്ട, ഉടനെ തന്നെ ഒരു അടുത്തൊരു നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് അയച്ചിട്ടുള്ളവര് തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. കാരണം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു, ഇതിന്റെ ക്ലാസ് ഉണ്ടോ, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിളിച്ച് ചോദിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്കും കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ RRB ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാം. ഞാൻ അതിന്റെ ഡേറ്റും എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും ടൈമും ഒക്കെ ധാരാളം ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത്. കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ പോയി കാണുക. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസിന് അഡ്മിഷൻ എടുക്കാനുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാൻ 999 ആണ് ഫീസ് എന്ന് പറയുന്നത്. RRB ടീച്ചറിന്റെ ഫീസ് 599 ആണ്. കൊള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. HSA 999 ആണ് ഫീസ്. HSA ജനറൽ ബാച്ച് ഉണ്ട്. HSA ജനറൽ ബാച്ച് 499 ആണ്. അതുപോലെ തന്നെ LPUP ലോങ് ടേം ഉണ്ട്. LPUP ലോങ് ടേം ബാച്ചിന്റെ ഫീസ് കൊള്ളി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ 299 ആണ്. ഫ്രീ ബാച്ച് ആണ്. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന CTET, KVS, NVS, EMRS, KTET തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഓക്കെ, അതിന്റെ എൻക്വയറീസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ നമ്പറിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചോ അല്ലെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കുന്നതാണ്. വിളിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 9847880473 എന്ന് പറയുന്ന നമ്പറിലാണ് പ്രധാനമായിട്ടും വിളിക്കേണ്ടത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും മിക്കവാറും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ പ്രധാനമായിട്ടും വാട്സപ്പ് റിലേറ്റഡ് ആയിട്ടാണ് എൻക്വയറീസ് നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ അഡ്മിഷൻ എടുക്കുന്നവർക്ക് ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പൊ എനിവേ എല്ലാവർക്കും ഒരു നല്ല ഡേയ്സ് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.